വിശുദ്ധ ബൈബിളിൽ ഉടനീളെ നോക്കിയാൽ നമുക്ക് കാണാം, ദൈവം ഉപയോഗിച്ച വ്യക്തികൾ, ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട വ്യക്തികൾ, ദൈവം കൃപാവരങ്ങളും അഭിഷേകവും ഒക്കെ നിറച്ച വ്യക്തികൾ സാധാരണ മനുഷ്യരായിരുന്നു. വെറും സാധാരണ മനുഷ്യരെ തൻ്റെ ആത്മാവിനാൽ നിറച്ചുകൊണ്ട് വാക്ചാതുര്യം കൊടുക്കുന്നു, ജ്ഞാനം കൊടുക്കുന്നു, കൃപാവരങ്ങൾ കൊടുക്കുന്നു, മരിച്ചവരെ ഉയിപ്പിക്കാൻ കഴിവ് കൊടുക്കുന്നു, ആകാശമടയ്ക്കുന്നു, വലിയ വലിയ ദൈവപ്രവൃത്തികൾ സാധാരണ മനുഷ്യനൂടെ കർത്താവ് ചെയ്യുക. അപ്പോൾ ഒരു വ്യക്തിയിലേക്ക് ആത്മാവ് വന്നു കഴിയുമ്പോൾ അവർ അസാധാരണമായ ആത്മധൈര്യത്തിൻ്റെയും ശക്തിയുടെയും കൃപാവരങ്ങൾ നിറഞ്ഞ വ്യക്തിത്വങ്ങളായിട്ട് മാറുകയാണ്. ഹല്ലേലൂയ. കർത്താവ് അവനോട് ചോദിച്ചു, ആരാണ് മനുഷ്യന് സംസാരശക്തി നൽകിയത്? ആരാണ് അവനെ മൂകനോ ബധിരനോ കാഴ്ചയുള്ളവനോ കുരുടനോ ആക്കുന്നത്? കർത്താവായ ഞാനല്ലേ. നമ്മുടെ ധ്യാനങ്ങളിലും കൺവെൻഷനിലൊക്കെ കർത്താവ് വലിയ വലിയ അത്ഭുതങ്ങൾ ചെയ്യാറുണ്ട്, ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. വിക്കുള്ള കുട്ടികൾ എത്രയോ പേർക്കാണ് കർത്താവ് സൗഖ്യം നൽകിയിരിക്കുന്നത്. മുതിർന്ന വ്യക്തികൾ പോലും ജന്മന സംസാരപ്രായം മുതൽ വിക്കായിരുന്നവർ, ഇന്ന് വർഷങ്ങൾ പ്രായമായവർക്ക് പോലും കർത്താവ് വിക്ക് മാറ്റി സൗഖ്യം കൊടുക്കുന്നു. ജന്മന സംസാരിക്കാൻ തടസ്സമുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ അത്ഭുതമായിട്ട് സംസാരശക്തി നൽകുന്നു. അന്ധന്മാരുടെ കണ്ണുകൾ തുറക്കുന്നു, കേൾവിശക്തിയില്ലാത്ത കാതുകൾ തുറക്കുന്നു, തളർവാതിലൂടെയൊക്കെ എണീറ്റ് നടക്കുന്നു. ഇതൊക്കെ ഇന്നും സംഭവിക്കും. അവൻ്റെ ശക്തിക്ക് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെ. അവന് ഒരു മാറ്റവുമില്ല. അനാദിയിലെ അവിടുന്ന് ചെയ്ത പ്രവൃത്തികൾ ഇന്നും അവൻ ചെയ്യും. 2000 വർഷം മുൻപ് യേശു തൻ്റെ ശുശ്രൂഷകൾ ചെയ്ത അതേ പ്രവൃത്തികൾ ഇന്നും കർത്താവ് ചെയ്യും. അത് ദൈവത്താൽ അസാധ്യമായിട്ട് ഒന്നുമില്ല. പക്ഷെ പലപ്പോഴും മനുഷ്യൻ്റെ ബുദ്ധിക്കും ചിന്തയ്ക്കും അപ്പുറമായിട്ടാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഇവിടെ ഇതാ വാക്ചാതുര്യമില്ലാത്ത, സംസാരിക്കാൻ തടസ്സമുള്ള ഒരു വ്യക്തിയെ വലിയ ഒരു ദൗത്യത്തിനു വേണ്ടി ദൈവം തിരഞ്ഞെടുക്കുകയാണ്. നമ്മുടെ ഈ ലോകത്തിൻ്റെ ദൃഷ്ടിയിലെ തിരഞ്ഞെടുപ്പുകൾ എങ്ങനെയാണെന്നൊന്ന് നോക്കിക്കേ. സാധാരണ ഒരു കമ്പനിയിലേക്ക് ഒരാളെ തിരഞ്ഞെടുക്കണമെങ്കിൽ, ജോലിക്കായിട്ട് തിരഞ്ഞെടുക്കണമെങ്കിൽ അതിനുള്ള ബിരുദം വേണം, അതിനുള്ള വിദ്യാഭ്യാസ യോഗ്യത വേണം, കഴിവ് വേണം. അതൊക്കെ ആവശ്യമാണ്. അതൊക്കെ അധികാരികൾ നോക്കിയാണ് എടുക്കുന്നത്. അത് കഴിവുള്ളവരെ നോക്കിയാണ് ഓരോ സ്ഥാപനങ്ങളിലും ജോലിക്കാരെ എടുക്കുന്നത്. ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകനെ ആണെങ്കിൽ അധ്യാപകനാകാനായിട്ടുള്ള പഠനം വേണം, BEd കോഴ്സ് പൂർത്തിയാക്കണം, സെറ്റും ഒക്കെ പാസ്സാക്കണം. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പം ലോകത്തിൻ്റെ നിലവാരത്തിൽ ശരിക്കും വിദ്യാഭ്യാസമുള്ള കഴിവുള്ള ഒരു വ്യക്തിയാണ് ജോലിക്കായിട്ട് തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ ദൈവം അങ്ങനെയല്ല. കാരണം കഴിവില്ലാത്തവരെ കർത്താവ് തിരഞ്ഞെടുക്കുകയാണ്. എന്നിട്ടോ കർത്താവിൻ്റെ ആത്മാവ് അവരിലൂടെ പ്രവർത്തിക്കുകയാണ്. ഇവിടെ ഒരു വ്യക്തിയിലൂടെ പ്രവർത്തിക്കുന്നത് കർത്താവാണ്, വ്യക്തിയല്ല. വ്യക്തിയുടെ കഴിവോ മിടുക്കോ ബുദ്ധിശക്തിയോ ഒന്നുമിവിടെ പ്രാധാന്യമില്ല. അതൊക്കെ വേണം. അതിൻ്റെ അപ്പുറമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വ്യക്തിയെ ശക്തമായിട്ട് നയിക്കുകയാണ്. ആ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു പ്രവൃത്തിയാണ് ഒരു വ്യക്തിയിലൂടെ നടക്കുന്നത്. നിസ്സാര മനുഷ്യരെ, വെറും സാധാരണക്കാരെ
ദൈവം അഭിഷേകം ചെയ്ത് തിരഞ്ഞെടുക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വചനം പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കൽ ചെയ്തത്, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിന് തെറ്റുപറ്റത്തില്ല. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് അത് 100% പെർഫെക്റ്റ് ആയിരിക്കും. അത് ദൈവമാണ് തിരഞ്ഞെടുക്കുന്നത്, ദൈവമാണ് നയിക്കുന്നത്. ഇവിടെ മനുഷ്യൻ്റെ കഴിവുകൾക്കും അപ്പുറം, മാനുഷിക കഴിവുകൾക്ക് അപ്പുറമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ശക്തിയാണ് പ്രവർത്തിക്കുന്നത്. ആ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുവാൻ, ദൈവത്തിൻ്റെ ശക്തി ഒഴുകുവാൻ തക്കവണ്ണമുള്ള, ദൈവത്തിന് സമർപ്പണം ചെയ്ത ഒരു വ്യക്തിയെ ദൈവത്തിന് കിട്ടിയാൽ മതി. ബാക്കി ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഇവിടെ മോശ ദൈവത്തോട് പറയുകയാണ്, എനിക്ക് സംസാരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അങ്ങ് എന്നോട് സംസാരിച്ചു, പക്ഷേ എനിക്കിപ്പോഴും എൻ്റെ വിക്ക് മാറിയിട്ടില്ല. എനിക്ക് വലിയ വാക്ചാതുര്യമോ സാമർഥ്യമോ കഴിവുകളോ ഒന്നുമില്ല. തൻ്റെ ബലഹീനതകൾ അവിടെ മോശ ദൈവത്തോട് പറയുകയാണ്. 12-ാം വചനം, കർത്താവേ ഞാനല്ലേ, ആകയാൽ നീ പുറപ്പെടുക, സംസാരിക്കാൻ ഞാൻ നിന്നെ സഹായിക്കും, നീ പറയേണ്ടതെന്ന് ഞാൻ പഠിപ്പിച്ചു തരും. യഹോവയായ ദൈവം പറയുക, ഞാൻ നിന്നെ പഠിപ്പിച്ചു തരും, സംസാരിക്കുവാൻ ഞാൻ നിന്നെ പഠിപ്പിച്ചു തരും, നീ പുറപ്പെടുക, ഞാൻ നിന്നെ സഹായിക്കും, എന്തൊക്കെ പറയണം അതെല്ലാം നിന്നെ ഞാൻ പഠിപ്പിക്കും എന്നാണ് അവിടെ ദൈവം മോശയോട് പറയുന്നത്. ഞാൻ നിന്നെ സഹായിക്കും, സംസാരിക്കാൻ നിന്നെ ഞാൻ പഠിപ്പിക്കും. സങ്കീർത്തനത്തിൽ 25 നമ്മൾ വായിക്കുന്നുണ്ട്, 4-5 വചനങ്ങൾ. കർത്താവേ, അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ. കർത്താവേ, അങ്ങയുടെ മാർഗങ്ങൾ, അങ്ങയുടെ വഴികൾ എനിക്ക് മനസ്സിലാക്കി തരണം. അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ പാതകൾ, അങ്ങയുടെ വഴികൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ, എന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ അങ്ങാണല്ലോ എന്നെ രക്ഷിക്കുന്ന ദൈവം. അങ്ങാണ് എന്നെ രക്ഷിക്കുന്ന ദൈവം, എന്നെ താങ്ങുന്ന ദൈവം. എന്നെ പഠിപ്പിക്കണമേ. അങ്ങയ്ക്ക് വേണ്ടി ദിവസം മുഴുവൻ ഞാൻ കാത്തിരിക്കുന്നു. അങ്ങയ്ക്ക് വേണ്ടി ദിവസം മുഴുവൻ ഞാൻ കാത്തിരിക്കുന്നു, എന്നെ പഠിപ്പിക്കണം. മോശയോട് പറയുക, സംസാരിക്കാൻ നിന്നെ ഞാൻ സഹായിക്കും, പോകേണ്ട വഴി നിന്നെ ഞാൻ പഠിപ്പിക്കും. ആ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കണം. 1 യോഹന്നാൻ 2:27 വായിക്കുന്നുണ്ട്, ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. യേശു നിങ്ങൾക്ക് നൽകിയ അഭിഷേകം, പരിശുദ്ധാത്മാവിലൂടെ നിങ്ങളുടെ മേൽ പകർന്ന അഭിഷേകം എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകമാണ് എല്ലാ കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 14:26 നാം വായിക്കുന്നുണ്ട്, യേശു ഇപ്രകാരം പറഞ്ഞു, എൻ്റെ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും, നിങ്ങളെ അനുസ്മരിപ്പിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും, നിങ്ങളെ അനുസ്മരിപ്പിക്കും, നിങ്ങളെ ഓർമ്മിപ്പിക്കും. മോശയ്ക്ക് കർത്താവ് ബലം കൊടുക്കുകയാണ്, മുൻപോട്ട് പോയിക്കോ, ഞാൻ സംസാരിക്കാൻ സഹായിക്കും, നിന്നെ ഞാൻ പഠിപ്പിക്കും. എന്നാൽ അവൻ അപേക്ഷിച്ചു, കർത്താവേ ദയ ചെയ്ത് മറ്റ് ആരെങ്കിലും അയക്കണമേ. അപ്പോൾ കർത്താവ് മോശയോട് കോപിച്ചു പറഞ്ഞു, നിനക്ക് ലേവ്യനായ അഹറോൻ എന്നൊരു സഹോദരനുണ്ടല്ലോ, അവൻ നന്നായി സംസാരിക്കുമെന്ന് എനിക്ക് അറിയാം. ഇത്രയൊക്കെ പറഞ്ഞിട്ടും മോശ പറയുക, ദയ ചെയ്ത് മറ്റാരെങ്കിലും അയക്ക്. ദൈവത്തിന് കോപം വന്നു എന്നാണ് പറയുന്നത്. ഒരു കാര്യം ചെയ്യുക, നിൻ്റെ സഹോദരൻ ആയിട്ടുള്ള
അഹറോന് അവനെയും കൂട്ടിക്കൊണ്ട് പോവുക. ഹല്ലേലൂയ. ദൈവം പ്ലാനിട്ടെന്താ? മോശയെ ശക്തിപ്പെടുത്തി മോശയെ നയിക്കാനായിട്ടാണ്. മോശയിലൂടെ പ്രവർത്തിക്കാനാണ് ദൈവം ആഗ്രഹിച്ചത്. ആ മോശ ഇങ്ങനെ പറഞ്ഞപ്പോൾ ദൈവമായ കർത്താവ് പറയുകയാണ്, നിനക്ക് ലേവ്യനായ അഹറോൻ എന്നൊരു സഹോദരനുണ്ടല്ലോ, അവൻ നന്നായി സംസാരിക്കുമെന്ന് എനിക്കറിയാം. ഇതാ അവൻ നിന്നെ കാണാൻ വരുന്നു. നിന്നെ കാണുമ്പോൾ അവൻ സന്തോഷിക്കും. പറയേണ്ട വാക്കുകൾ നീ അവനെ പറഞ്ഞു കൊടുക്കുക. ഞാൻ നിൻ്റെയും അവൻ്റെയും നാവിനെ ശക്തിപ്പെടുത്തും. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരികയും ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരും. ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ അഹറോനോട് പറയുക. അത് ശരിക്കും മോശയെയാണ് കർത്താവ് നിയോഗിച്ചത്, ആദ്യമേ തീരുമാനിച്ചത്. പക്ഷെ അഹ്റോനെ കൂടെ ചേർക്കേണ്ടി വന്നു. അത് മോശയുടെ നിർബന്ധപ്രകാരമാണ്. മോശ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് സംഭവിച്ചത്. പിന്നീട് എന്ത് സംഭവിച്ചെന്നറിയാമോ? ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ മോചിപ്പിച്ച് മരുഭൂമിയിലൂടെയുള്ള യാത്ര. ആ യാത്രയിൽ ദൈവജനത്തിന് കഴിക്കാനായിട്ട് മന്ന കൊടുത്തു. ഓരോ ദിവസവും അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം കൊടുത്തു. ഇറച്ചി ആഗ്രഹിച്ചപ്പോൾ കർത്താവ് കിഴക്കൻ കാറ്റയച്ച് കാടപ്പക്ഷികളെ കൊടുത്തു, ഇഷ്ടംപോലെ ഇറച്ചി. അങ്ങനെ അവർ ആ മരുഭൂമിയിൽ നന്നായിട്ട് ഭക്ഷിച്ചു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയത്താണ് മോശ ദൈവസന്നിധിയിലേക്ക് പോകുന്നത്. 40 ദിനരാത്രങ്ങൾ ദൈവത്തോടു കൂടെ ആയിരുന്നു സീനായ് മലയിൽ. ദൈവം 10 കൽപ്പനകളൊക്കെ കൊടുത്തു. ആ സമയത്ത് ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ മറ്റൊരു കാര്യം സംഭവിച്ചു. ജനം മോശക്കെതിരായിട്ട് തിരിഞ്ഞു, ദൈവത്തിനെതിരെ തിരിഞ്ഞു, പിറുപിറുത്തു. അങ്ങനെ സംഭവിച്ചപ്പോൾ അവർക്ക് ആരാധിക്കാൻ ദേവനെ വേണം. അഹ്റോനാണ് അവരുടെ സ്വർണവും ഇതൊക്കെ വാങ്ങിയിട്ട് ഒരു വിഗ്രഹം, ഒരു കാളയുടെ വിഗ്രഹം ഉണ്ടാക്കിയിട്ട് അതിനെ അവർ ആരാധിക്കാനായിട്ട് തുടങ്ങുന്നു. ഇത് വലിയ ഒരു പാഠമാണ്. അഹ്റോനിലൂടെ ജനം വിഗ്രഹത്തെ ആരാധിക്കുന്നതായിട്ട് നമ്മളുടെ വചനത്തിൽ കാണുന്നുണ്ട്. മോശ ഇറങ്ങി വരുമ്പോൾ ജനത്തിൻ്റെ അഴിഞ്ഞാട്ടവും അട്ടഹാസവും ബഹളവും കെട്ടിട്ട് തൻ്റെ കയ്യിലിരുന്ന പ്രമാണത്തിൻ്റെ പലക വലിച്ചെറിയുന്നതായിട്ടൊക്കെ നമ്മൾ വിശുദ്ധ ബൈബിളിൽ വായിക്കുന്നു. ആ കൂടെയുണ്ടായിരുന്ന അഹ്റോനിലൂടെ ജനം വലിയ ഒരു തെറ്റിലേക്ക് പോവുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ കൂടെ ചേർക്കപ്പെടേണ്ടവരല്ലെങ്കിൽ, എനിക്കൊന്നു ശുശ്രൂഷ മേഖലയിൽ നമ്മുടെ കൂടെ നിൽക്കേണ്ടവർ അല്ലാത്തവരുണ്ടെങ്കിൽ ഒരുപക്ഷെ പലപ്പോഴും വീഴ്ചകളും തകർച്ചകളും പരാജയങ്ങളൊക്കെ വരാനായിട്ട് ഒത്തിരി സാധ്യതകളുണ്ട്. ആ ദൈവം വിളിക്കുന്നത് അനുസരിച്ച്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച്, ദൈവത്തിനോട് ആലോചന ചോദിച്ച്, ആത്മാവിൻ്റെ ആലോചന ചോദിച്ച് നമുക്ക് മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കണം. അവൻ നിനക്ക് പകരം ജനത്തോട് സംസാരിക്കും. അവൻ നിന്റെ വക്താവായിരിക്കും. നീ അവന് ദൈവത്തെ പോലെയും. ഈ വടി കയ്യിലെടുത്തുകൊള്ളുക, നീ അതുകൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. മോശ പറയാം, ഈ വടി കയ്യിലെടുത്തോ. അഹ്റോൻ നിനക്ക് വേണ്ടി സംസാരിക്കും, നിനക്ക് പകരമായിട്ട് സംസാരിക്കും. നീ അഹ്റോന് നിന്റെ വക്താവായിരിക്കും. നീ അവന് ദൈവത്തെ പോലെയായിരിക്കും. അത്രമാത്രം ഉന്നതമായൊരു സ്ഥാനത്തേക്ക് മോശയെ ഉയർത്തി. ഒരു വടി കൊടുത്തു, അതായത് അധികാരം കൊടുക്കുകയാണ്. സ്വർഗത്തിൻ്റെ അധികാരവും ശക്തിയും അഭിഷേകവും മോശയ്ക്ക് പകർന്നു കൊടുത്തു. ഈ മോശ ചെങ്കട പിളർക്കുന്നു, അത്ഭുതങ്ങൾ ചെയ്യുന്നു, ജനത്തെ നയിക്കുന്നു. അങ്ങനെ ആ യാത്രയിൽ മോശയുടെ ദൈവം വലിയ പ്രവർത്തികൾ ചെയ്യുക. അപ്പോൾ ദൈവമാണ് ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നത്. അത് ദൈവത്തിൻ്റെ മാത്രം ഇഷ്ടമാണ്. ആ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി പൂർണ്ണമായ സമർപ്പണത്തിലേക്ക്, വിശ്വസ്തതയിലേക്ക് വരിക, ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ദൈവം ശക്തമായി നിങ്ങളെ നയിക്കട്ടെ, എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല,
ഒരു നാളും നീ അനാഥനല്ല.